നമസ്കാരം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു സുവിശേഷ പ്രസംഗം കേൾപ്പിച്ചു തരാം. എന്നിട്ടും ഇവൻ ഇങ്ങനെ തന്നെ ഈ നാണമില്ലാത്ത നാശം പിടിച്ച നാശം കെട്ടവൻ ഇങ്ങനെ തന്നെ ഇവനെ പറയാം. നിങ്ങൾ ഇനി ഇതിന്റെ പേരിൽ എന്നെ എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തന്നെ പറയും. ഈ നാണമില്ലാത്ത നായിന്റെ അങ്ങനെ തന്നെ പറയും. ഇവന് നാണമുണ്ടോ ഇങ്ങനെ എന്നെ ഈ ക്യാൻസർ ആയിട്ട് എന്നെ ഇവൻ വെറുതെ വിടുന്നത്? അടുത്തത് ശരീരം വിറ്റ കഥ അടക്കം പുറത്ത് വിട്ടെന്ന്. ഇവന്റെ വീട്ടിലെ മറ്റോളായിരിക്കും വിറ്റ് നടന്നത്. അല്ല, ഇവന്റെ വീട്ടിൽ ഇവനെ വളർത്തിയതിന്റെ ഗുണമാണിത്. ഇവന് നാണമുണ്ടോ ഈ ഉണ്ട കണ്ണും കണ്ണാടിയും വെച്ചോണ്ട് ഈ നാണം കെട്ട നാശത്തെ ഇങ്ങനെ പറയും. വേറൊരുത്തിയുണ്ട്, അവളെ ഞാൻ പിന്നെ വെറുതെ വിട്ട്. അവർക്ക് പത്തിയുടെ പാല് 12 കൊല്ലം അത് ഒരിക്കലും അത് നേരെ ആകത്തില്ലെന്ന് പറഞ്ഞ ഒരു ഡാഷ് മോള്. അവളെ പിന്നെ വെറുതെ വിട്ട്. അവൾ എന്ത് വേണേലും പറയട്ടെ. പിന്നെ ഇന്റർവ്യൂ ചെയ്തതിനാണ് കുറ്റം. എടാ, നീയൊക്കെ എന്നെ വിറ്റ് കാശാക്കുന്നില്ലേ? എടാ, എനിക്കിപ്പം ഈ ചികിത്സയ്ക്ക് എനിക്ക് 2 ലക്ഷം രൂപയാണ് ഓരോ കീമോയ്ക്കും വേണ്ടത്. ഇനി 3 കീമോ കിടപ്പുണ്ട്. ചികിത്സയ്ക്ക് കാശിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ വന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ കുറ്റം പറയുമ്പോൾ ഉറപ്പായിട്ടും അത് ആൾക്കാർ എടുത്തു വെച്ച് വിമർശിക്കുകയും വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്യും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രേണു വന്ന് ഇന്റർവ്യൂ ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായതാണല്ലോ. ഈ ഇന്റർവ്യൂ വിവാദമാകും, വലിയ കോൺട്രവേഴ്സി ആകും, എല്ലാവരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് കുറച്ചും കൂടി പബ്ലിസിറ്റി കിട്ടും. പബ്ലിസിറ്റി കിട്ടിയതോട് കൂടിയിട്ട് വീണ്ടും രേണു സുധിയുടെ അക്കൗണ്ടിൽ പുള്ളിക്കാരി വീഡിയോ ഇടുകയും ചെയ്തു, യൂട്യൂബ് ചാനലില്. അപ്പൊ ആ വീഡിയോ കുറച്ചും കൂടി ആൾക്കാർ കാണും. ഇതായിരുന്നു രേണുവിന്റെ ലക്ഷ്യം. മനസ്സിലായല്ലോ. ഈ വീഡിയോ മുഴുക്ക തെറിവിളിയാണ്, ഭയങ്കര തെറിവിളിയാണ്. അതായത് ഇപ്പൊ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഹീലിംഗിലായിരിക്കണം. നമ്മുടെ അസുഖം ഭേദമാകാനും നമ്മുടെ ശരീരത്തെ പഴയപടി തിരിച്ചു കൊണ്ടുവരാനുമായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്നാൽ ആ ഫോക്കസ് അല്ല രേണുവിന്റെ എന്നുള്ളത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വ്യക്തമായല്ലോ. ഇതിനകത്ത് മൊത്തം അതുർ വ്ലോഗ്സിനെയും വിവി ഹിയറിനെയും ഷെഫീന ബീവിയെയും ഒക്കെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ അൺവാണ്ടഡ് ആയിട്ട് ഇവരെ ചെന്ന് കുറ്റം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവര് തന്നെ സമൂഹത്തിൽ ഇട്ടുകൊടുക്കുന്ന കാര്യങ്ങളാണ് അവരെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. പിന്നെ ഈ മൂന്ന് പേരുടെ എന്നല്ല, നമ്മുടെ നാട്ടിൽ റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും ശൈലി വ്യത്യാസമാണ്. ഓരോരുത്തരുടെയും ഭാഷയും വ്യത്യാസമാണ്. അവരവരുടേതായിട്ടുള്ള രീതിയിലാണ് ഓരോ വ്യക്തികളും റിയാക്ഷൻ ചെയ്യുന്നത്. ഒരാളിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അപ്പൊ അവരവരുടേതായിട്ടുള്ള രീതിയിൽ അവർ റിയാക്ട് ചെയ്യും. അവർക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ തോന്നിവാസം ഇട്ട് കൊടുക്കുന്നത് ആരാണ്? രേണു തന്നെ അല്ലേ. ഒരു ഇന്റർവ്യൂ ചെയ്തു എന്ന് പറഞ്ഞു, എനിക്ക് കാശിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ കാശ് അവരെനിക്ക് തന്നു, ഞാൻ ഇന്റർവ്യൂ ചെയ്തു എന്നാണ് രേണു പറയുന്നത്. ഓക്കെ, പറഞ്ഞ കാശ് തന്നു കാണും. പക്ഷേ ആ ഇന്റർവ്യൂവിലൂടെ രേണു ചെയ്തു വെച്ചത് എന്താണ്? രേണുവിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് പറയാമായിരുന്നല്ലോ. ആ സമയത്ത് ആരും ഒരു കുറ്റവും പറയില്ലായിരുന്നു. ആ ഇന്റർവ്യൂ കണ്ടിട്ട് എല്ലാവരും കൈയടിച്ചിട്ട് പോയേനെ. ഞാൻ എന്റെ ഹീലിംഗിലാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് നേരിട്ടോണ്ടിരിക്കുന്നത്, ഇതൊക്കെയാണ് എന്റെ ചികിത്സാ രീതി, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കീമോ ചെയ്ത സമയത്ത് ഞാൻ എങ്ങനെയാണ് അതിനെ സർവൈവ് ചെയ്തത്, ഇത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ രേണുവിന് ആ ഇന്റർവ്യൂവിൽ പറയാമായിരുന്നു. നേരെ മറിച്ച് ഈ സമയത്ത് പോലും രേണു ആ ഇന്റർവ്യൂ ഉപയോഗിച്ചത് കിച്ചു എന്ന് പറയുന്ന തന്റെ വളർത്തു മകനെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് അടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഉറപ്പായിട്ടും ആൾക്കാർ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും, അതിനെ പറ്റിയിട്ട് പറയില്ലേ? ഉറപ്പായിട്ടും പറയും. എനിക്ക് മനസ്സിലാവുന്നില്ല, നമ്മൾ ആരെങ്കിലും ഇതിനകത്ത് റിയാക്ട് ചെയ്യുമ്പോൾ മാത്രം അത് വലിയൊരു കുറ്റമാകും. ഇവർക്കൊക്കെ എന്തും കാണിക്കാം, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇവർക്കൊക്കെ എന്തും പറയാം. ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ആയിക്കോട്ടെ, ഡെയിലി ബ്ലോഗേഴ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വന്ന് എന്തും എടുത്തങ്ങിടാം. അവരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിടാം. പക്ഷേ ആരെങ്കിലും അതിനെ പറ്റിയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ മാരക കുറ്റമായിട്ട് മാറും. പിന്നെ ഇവരൊക്കെ എന്തും കാണിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ മിണ്ടാതിരിക്കണോ? അങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യം എന്താണ്? വിമർശിക്കാൻ ആളില്ലെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ അപ്പുറം നമ്മൾ കാണേണ്ടി വരും. ഇപ്പൊ തന്നെ ഒരു വയ്യാത്ത വ്യക്തി സംസാരിക്കുന്ന രീതിയിലാണോ രേണു സംസാരിച്ചത്? ആ വീഡിയോ നിങ്ങൾ മുഴുവൻ ഒന്ന് കേട്ടു നോക്ക്. അതുർ വ്ലോഗിനെ ചീത്ത വിളിക്കുന്ന കുറച്ച് ഭാഗമുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് കേൾപ്പിച്ചു തരാം. എനിക്ക് അതിനകത്ത് ചീത്ത ഭാഗം ഒന്നും കേൾപ്പിക്കണമെന്ന് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ആൾക്കാരെ പറ്റിച്ച് കൂട്ടുകൂടി ഈ നാശം ഉണ്ടാക്കുന്നവനാണ് നിന്നെ പണ്ടേ അറിയാം. എന്റെ ഫുൾ ഡീറ്റെയിൽ എന്റെ കയ്യിലുണ്ട് കേട്ടോ. കൂടുതൽ എന്റെ അടുത്ത് ചൊറിയാൻ വരരുത്. നാണം കെട്ട നാശം. അതിലെന്ന് പറയുന്നവൻ ഇന്ന് കാമെടുത്തില്ലേ? എടാ, എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശിന്റെ പകുതിയെങ്കിലും അതിനകത്ത് കാണും. ഇല്ല, നീ ചങ്കത്ത് നീ ആണാണെങ്കിൽ നീ എന്റെ മുന്നിൽ വന്ന് പറയണം. അതിന്റെ പോലെ അങ്ങനെ ഞാൻ വിളിക്കുവനെ. എന്നെ പറ്റി എന്താണ് ഞാൻ ശരീരം വിറ്റ് നിന്റെ വീട്ടിലുള്ളവരെയാണ് വിറ്റുണ്ടാക്കുന്നത്, ഞാനല്ല.
അതിന്റെ മോനെ തന്നെ വിളിക്കും. എന്നെ വൃത്തികെട്ട കുറെ നാളായി സഹിക്കുന്നു ക്ഷമിക്കുന്നു. നീയൊക്കെ ഞാൻ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ടും നിനക്കൊന്നും അടക്കമില്ലല്ലേ? അപ്പൊ എന്നെ വിറ്റ് നീ കോൺട്രാക്ട് കാശ് കൊണ്ടല്ലേ കാറിനകത്ത് ഞെളിഞ്ഞു പോകുന്നേ മറ്റേ മോനെ. അവന്റെ പറയുന്നില്ല, നിന്നോട് തന്നെ ഈ പറയുന്നത്. ഇനിയിപ്പോ ഞാൻ നായിന്റെ മോനെ, നായിന്റെ മോനെ എന്ന് വിളിച്ചാൽ തെറിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ നിന്നെ വിളിക്കുന്നത്. നീ ഇതിന്റെ പേര് ബ്ലോഗ് ഉണ്ടാക്കണം. നീ കാർ മേടിച്ചില്ല എന്നെ വിറ്റിട്ട്. നാണം കെട്ടവൻ. എന്നെ വിറ്റ എന്റെ വ്യൂസ് അല്ല നിനക്ക് എവിടെയാണ് വ്യൂസ് ഉള്ളത്? നാണം ഇല്ലാത്തത് മറ്റേ മോനെ. ഇനിയെങ്കിലും നീ നിർത്തടാ മറ്റവനെ. എന്റെ മറ്റവളുണ്ടല്ലോ ബീവി, അവക്ക് ഒതുക്കമായി. അവള് പിന്നെ ഇറങ്ങിയിട്ടുണ്ട് ഒരു എടി നാണം കെട്ട പറ്റ ഇത്രയുള്ള ഒരു മത്തൽ ചെയ്യും. നിന്നെ അങ്ങനെ തന്നെ വിളിക്കും. നീ എന്നെ ബോഡി ഷെയിം ചെയ്യെങ്കിൽ നിന്നെ ഞാൻ ബോഡി ഷെയിം ചെയ്യും മറ്റവളെ. കോണ്ടൂർ റിസോർട്ട് നീ വന്നത് നീ തീറ്റി നിന്നത് കേട്ടില്ലേ? ഇതാണ് സുവിശേഷ പ്രസംഗം. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്തെന്നറിയാമോ? ഈ ഒരു അസുഖം വന്ന സമയത്ത് അതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ സമയത്ത് രേണു പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ജീവിതം ഇനി ദൈവകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ്. എൻ്റെ ജോലിയോടൊപ്പം തന്നെ സുവിശേഷ പ്രസംഗത്തിനും പിന്നെ ദൈവകാര്യങ്ങൾ പറയാനും ദൈവത്തിന്റെ നാമം വിളിച്ചു പറയാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. ആ സമയത്ത് ഭയങ്കരമായിട്ട് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടുന്നു. ഭക്തിയുടെ മാർഗത്തിലേക്ക് ഞാൻ പോവുകയാണ്. എന്നെ ദൈവം ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഉയർപ്പിന്റെ കഥയെല്ലാം ഞാൻ എല്ലാവരോടും പറയും എന്ന് പറഞ്ഞ അതേ രേണുവിന്റെ വായിൽ നിന്നാണ് അസുഖം ഭേദമായിട്ടില്ല, ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ആ സമയത്ത് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ വന്നത്. എന്തു ആയിക്കോട്ടെ, മര്യാദയ്ക്ക് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആരും ആരെയും കുറ്റം പറയാൻ വേണ്ടി പോകത്തില്ല. നമ്മുടെ ഭാഗത്ത് തെറ്റില്ല, മിസ്റ്റേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആരും ആരെയും വിമർശിക്കില്ല. ഈ പറയുന്ന ഇതിനകത്ത് പറയുന്ന ബ്ലോഗേഴ്സ് ആയിക്കോട്ടെ, അവരാരെയും അനാവശ്യമായിട്ട് വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി അങ്ങനെ വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ വിമർശിക്കാനും ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ രേണു തെറ്റ് ചെയ്തത് കൊണ്ടാണ് ആൾക്കാർ എടുത്തു വെച്ച് വിമർശിച്ചത്. ഒരു ഇന്റർവ്യൂ ആണ് എന്ന് പറഞ്ഞ് ആ ഇന്റർവ്യൂ മുഴുവൻ നിങ്ങൾ കണ്ടു നോക്ക്. 1 മണിക്കൂറിന്റെ ഇന്റർവ്യൂ ആണ്. ആ 1 മണിക്കൂറിന്റെ ഇന്റർവ്യൂവിൽ മൊത്തത്തില് ഒരു 10-21 വയസ്സുള്ള ഒരു ചെറുക്കനെ കുറ്റം പറയുവാണ്. അവൻ ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അവൻ ജീവിതത്തിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അച്ഛനും അമ്മയും ഇല്ലാത്തൊരു ചെറുക്കനെ കുറ്റം പറയുവാണ്. അവനെ പറ്റിയിട്ട് തോന്നിവാസം പറയുന്നു, അവനെ പറ്റിയിട്ട് അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നു. മാത്രമല്ല സ്വന്തം മകൻ മരിച്ചുപോയ ഒരു അമ്മയെ പറ്റി, പ്രായമായ ഒരു അമ്മയാണ്, ആ അമ്മയെ പറ്റിയിട്ട് കുറ്റം പറയുന്നു. സ്വന്തം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആ ഇന്റർവ്യൂ വിനിയോഗിച്ചിരുന്നുണ്ടെങ്കിൽ, സ്വന്തം വീട്ടുകാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആ ഇന്റർവ്യൂ വിനിയോഗിച്ചിരുന്നുണ്ടെങ്കിൽ ആരും കുറ്റം പറയില്ല. നേരെ മറിച്ച് രേണു അതിനകത്ത് പറയുവാണ്, അവൻ എന്നെ കാണാൻ വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അവൻ വന്നില്ല, അതെനിക്ക് വിഷമമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്ലോഗേഴ്സ് തന്നെ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചേനെ. ഇവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ട സമയങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ. ആദ്യമൊക്കെ ഇവർ സൈബർ ബുള്ളിങ് നേരിടുന്ന സമയത്തൊക്കെ തന്നെ ഞങ്ങൾ എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവരാണ്. എന്നിട്ടാണ് വീട്ടിലിരിക്കുന്നവരെ നാട്ടിലിരിക്കുന്നവരെയൊക്കെ ചീത്ത വിളിച്ച് ഈ വീഡിയോ ഇട്ടേക്കുന്നത്. അത് സഫീര ബീവിയെ ബോഡി ഷെയിം ചെയ്യുന്നുണ്ട്. എന്തൊക്കെ വൃത്തികേടാണ് ഈ വിളിച്ചു പോകുന്നത്. ഇതാണ് രേണുവിന്റെ യഥാർത്ഥ സ്വഭാവം. ഇത്തരം ദിവസവും കുറച്ച് ദിവസത്തേന് മറച്ചു വെച്ചേക്കുമായിരുന്നു. എനിക്ക് അസ്വസ്ഥതയാണേ വയ്യായെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മറച്ചു വെച്ചേക്കുവാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടി വരും. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇത്രയും ദിവസവും. ഈ രേണുവിന് സൊസൈറ്റിയുടെ ട്രെൻഡ് അറിയത്തില്ലെന്ന് തോന്നുന്നു. രേണു തന്നെ കോൺട്രവേഴ്സി ഉണ്ടാക്കി. ഇപ്പൊ ഇച്ചിരി രേണുവിന്റെ പേര് വലുതായില്ലേ, ഇനിയിപ്പൊ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി റീച്ച് കിട്ടും. ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ എല്ലായിടത്തും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് കിട്ടും. വയ്യാത്ത എന്നെ എല്ലാവരും മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നു. ആരും മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തില്ല. ഇത്രയും ദിവസം ആരും രേണുവിന്റെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് അങ്ങോട്ട് നിന്ന് ചെകഞ്ഞു ചെന്ന് വീഡിയോ ഒന്നും ഇടുന്നത് ഞാൻ കണ്ടില്ല. ഈ പറയുന്ന അതിർ വ്ളോഗ്സും ആരും വീഡിയോ ഇട്ടില്ലല്ലോ. 2-3 ആഴ്ചയായിട്ട് രേണു വളരെയധികം കാമായിട്ട് ക്വയറ്റായിട്ട് ജീവിക്കുകയാണ്. ആരും അവരുടെ ലൈഫിലോട്ട് അങ്ങോട്ട് ചെല്ലുകയോ അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ ചികഞ്ഞ് അവരുടെ ലൈഫിൽ എന്താണ് എന്നൊന്നും നോക്കിയിട്ട് ആരും വീഡിയോ ഇട്ടിട്ടില്ല. എപ്പോഴാണ് വീഡിയോ ഇട്ടത്? ഇങ്ങനൊരു ഇന്റർവ്യൂവുമായിട്ട് രേണു വന്നപ്പോൾ. അതും ആ ഇന്റർവ്യൂ നല്ല ഇന്റർവ്യൂ ആയിരുന്നെങ്കിൽ ആരും രേണുവിനെ കുറ്റം പറയത്തില്ലായിരുന്നു. നേരെ മറിച്ച് ആ ഇന്റർവ്യൂ മുഴുവൻ രേണു ഉപയോഗിച്ചത് ഒരു വ്യക്തിയെ, ഒരു 10-22 വയസ്സുള്ള ഒരു ചെറുക്കനെ കുറ്റം പറയാൻ. വളർത്തുമകനാണ്, ഞാൻ പോറ്റമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ആ പോറ്റമ്മയുടെ യാതൊരു രീതിയിലുള്ള മാന്യതയും കാണിക്കാതെ ഒരു പയ്യനെ കുറ്റം പറയാൻ ഉപയോഗിച്ചു. അപ്പോൾ ഉറപ്പായിട്ടും ആൾക്കാർ വിമർശിക്കും. അങ്ങനെ വിമർശിക്കുമ്പോൾ ഇത്രയധികം ആക്രോശിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല.